രാവിലെ പള്ളിയിൽ പോയിട്ട് വന്നു, പിന്നെ നേരെ ടിവിയുടെ ഇത്രയും ആത്മാർത്ഥത അർജന്റീനക്കാർക്ക് പോലും ഉണ്ടോയെന്ന് സംശയമാണ് അല്ലേ, നമ്മളുടെ ഓരോ കാര്യങ്ങൾ. സൺഡേ ബ്രേക്ക്ഫാസ്റ്റ് ബീഫ് കറി, വാവ്, മുട്ടക്കറി, താറാമുട്ടയാണല്ല സാധാരണ മുട്ടക്കറി, വാവ്. സാമ്പാറിലോട്ട് ചെന്നുമില്ല, രസത്തിൽ നിന്ന് പുറപ്പെടുകയും ചെയ്ത ഒരു കറി. സാമ്പാർ എന്ന് വേണമെങ്കിൽ ഇതിനെ വിളിക്കാം. നമ്മുടെ മെയിൻ കോഴ്സ് പൊറോട്ട രണ്ടെണ്ണം എടുത്ത് തരൂ ജസ്റ്റ്. മാറിപ്പോയി എന്ന കാരണം എന്റെ സ്റ്റീൽ പ്ലേറ്റ് എന്തിയാ അമ്മ? എനിക്ക് 2 പൊറോട്ട മതി. അല്ല, 2 പൊറോട്ടയേ ഉള്ളൂ. ഇതാണ് കേരളത്തിന്റെ ദേശീയ ഭക്ഷണം, പൊറോട്ട. ജസ്റ്റ് വാങ്ങിക്കാൻ വിട്ടാ കടയ്ക്ക് വില പറഞ്ഞ് ഞാൻ ജോസോപ്പനെ വഴി വെച്ചുകൊണ്ട്, പക്ഷെ ഞാൻ മിണ്ടിയില്ല. പുള്ളി അന്ന് അറിഞ്ഞു വന്നപ്പോഴത്തേനും പുള്ളി പോയാൽ. സൺഡേ പള്ളിയിലൊക്കെ പോയേച്ചും വന്നിട്ട് പൊറോട്ടയും മുട്ടക്കറിയും കഴിക്കാൻ എന്നാ ടേസ്റ്റ് അതറിയാ. രാവിലെ കാപ്പി വാങ്ങിച്ചാൽ ഇനി മമ്മിയോട് എന്നെ എടുത്തോണ്ടിരിക്കുവാ. മമ്മി ഇനി പറഞ്ഞു മമ്മി കപ്പ ഉണ്ടാക്കുവാന്ന്. പപ്പ പൊറോട്ടയ്ക്ക് എതിരാണോ? അടിപൊളി. പപ്പ ശരിക്കും പൊറോട്ട കഴിക്കില്ലടി. ചിലപ്പോൾ പറയും ടോസിലാണോ എനിക്ക് പൊറോട്ട വേണ്ടെന്ന് പറഞ്ഞോളെ. അതുകൊണ്ട് മമ്മി പപ്പയ്ക്ക് വേണ്ടി വേറെ എന്തോ ഉണ്ടാക്കും. നിങ്ങൾ പലരും ഗീവ് അവേ ചോദിച്ചില്ലേ, ലിസമ്മേൻ്റെ ഗീവ് അവേ തരാമോ, ഇന്നയാളെ ഗീവ് അവേ തരാമോ എന്ന്. ഞാൻ വേണം എൻ്റെ അപ്പനെ തരാം, നിങ്ങളെടുത്തോ ഫ്രീ ആയിട്ട്. കുറച്ച് നാൾ കൊണ്ടൊക്കെ തിരിച്ചു തന്നാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് തോന്നും നിങ്ങളുടെ വീട്ടിലിരിക്കുന്നത് വളരെ നല്ലതാണ്. എൻ്റേത് നല്ല കേട്ടോ. പിന്നെ ചില പിടിവാശികൾ പൊറോട്ടയും കറിയും വാങ്ങിച്ചു കഴിയുമ്പം എനിക്ക് വീട്ടിലെ മതിയായിരുന്നു, എനിക്കതായിരുന്നു ഇഷ്ടം എന്നൊക്കെ പറഞ്ഞു കളയും. കടയിൽ നിന്ന് വാങ്ങിച്ച മുട്ട ചാറ്, മമ്മിയുടെ ബീഫ് കറിയുടെ മുട്ട കറി വെച്ചത് ഏതോ ബംഗാളിയാണെന്ന് തോന്നുന്നു. കറി ടേസ്റ്റ് ശരിയായില്ല, മസാലസ്റ്റ കൂടിപ്പോയി. പപ്പ എന്നെ രാവിലെ കപ്പ കഴിക്കുന്നേ, പൊറോട്ട അല്ല കഴിക്കല. ഓ പപ്പ ശ്രീനിവാസനെ പോലെ പൊറോട്ടക്കെതിരാ. എന്ത് കഷ്ടമാന്ന് ഓർത്തേ. മമ്മി പള്ളിയിൽ പോയി കഴിഞ്ഞ് വന്ന് പൊറോട്ട അല്ല കപ്പയും ബീഫും ഒക്കെ ഉണ്ടാക്കി ഞങ്ങളും എല്ലാം പൊറോട്ട മുട്ടക്കറി സാമ്പാറും കൊണ്ടുവന്ന